നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന വാർത്ത, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. 37 ദിവസം നീണ്ടുനിന്ന CJPയുടെ ഡൽഹിയിലെ ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റിന് ഒടുവിൽ ഫലം കാണുകയാണ്. ഇപ്പോൾ ഈ ഒരു ഉച്ച സമയത്താണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. CJPയും പ്രതിപക്ഷവും സമരം അതിശക്തമാക്കിയതിന് പിന്നാലെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. സമരക്കാരുടെ ഏറ്റവും പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ധർമ്മപ്രധാന്റെ രാജി എന്ന് പറയുന്നത്. മറ്റുള്ള ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CJPയുടെ സമരം നടത്തുന്ന പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയെങ്കിലും അതിലൊന്നും തന്നെ വഴങ്ങുന്നുണ്ടായിരുന്നില്ല CJP. അവർ ഏറ്റവും ആദ്യം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. അത് സംഭവിക്കണം, അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇവിടെ സമരം തുടരുമെന്ന് തന്നെയായിരുന്നു CJP പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തീരുമാനം അറിയിക്കാമെന്നായിരുന്നു കേന്ദ്രം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഉച്ചയോടുകൂടി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെച്ചു എന്നുള്ള വാർത്താ ബുള്ളറ്റിനാണ് പുറത്തു വരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് സമരക്കാരും തീരുമാനമെടുത്തതോടെയാണ് കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വന്നത്. കേന്ദ്രം മുട്ടുമടക്കി എന്ന് തന്നെയാണ് CJP. വെറും ഒരു പാറ്റുകൾ വിചാരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഒരു ഉത്തരമാണ് ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയുടെ രാജി സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ജന്തർ മന്ദറിൽ വലിയ തരത്തിലുള്ള ആഘോഷമാണ് നടക്കുന്നത്. അവിടെ പ്രതിഷേധക്കാരൊക്കെ തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാർത്ത അവിടെ ആഘോഷിക്കുന്നു. അവിടെ ഡാൻസ് കളിക്കുന്നു, പാട്ട് കളിക്കുന്നു, പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനും CJP ആഹ്വാനം ചെയ്തിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഡൽഹി സമരക്കാരെ കൊണ്ട് നിറയുമെന്നും ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാളെ വൈകിട്ട് 6 മണിക്ക് രാജ്യവ്യാപകമായി മെഴുകുതിരി കത്തിച്ച് മാർച്ച് സംഘടിപ്പിക്കുന്നുവെന്നും 24 മണിക്കൂറിനുള്ളിൽ പാർലമെന്റ് മാർച്ച് പുനരാരംഭിക്കുമെന്നും CJP വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ രാജി നടന്നിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കില്ലെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ. പ്രധാനെ മാറ്റുന്നത് കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വിലയിരുത്തൽ. ഏതായാലും ഇപ്പോൾ മോദി സർക്കാരിലെ ഏറ്റവും അദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ള ഒരു മന്ത്രിയുടെ രാജിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹം തുടരുകയാണെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് തന്നെയായിരുന്നു CJPയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു, മറ്റുള്ള നേതാക്കൾ, രാഹുൽ ഗാന്ധി പോലെയുള്ള നേതാക്കളും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സമരക്കാരെ പിന്തുണച്ചുകൊണ്ടും സെലിബ്രിറ്റികളും എല്ലാം രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു CJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിലാണെങ്കിലും നമുക്കറിയാം, പല പ്രമുഖരും CJPയെ സപ്പോർട്ട് ചെയ്ത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തിനേറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം തന്നെ ഇത്തരത്തിൽ CJPയെ ആ സ്ഥലത്ത് പോയി സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ രാജി ഒടുവിൽ കേന്ദ്രം മുട്ടുമടക്കിയോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു രാജി ആവശ്യപ്പെട്ടത്? അതോ അദ്ദേഹം സ്വമേധയാ രാജി ചെയ്ത് വെച്ചത് തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് കേന്ദ്രത്തിന് മനസ്സിലായത് കൊണ്ടാണോ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതിലും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു, അവിടെ നിൽക്കുന്ന ഡൽഹി പോലീസിനും മറ്റുള്ള സേനകൾക്കൊക്കെ തന്നെ അതിഗുരുതരമായിട്ട് പരിക്ക് പറ്റുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. CJPയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. പോലീസുകാരും ഇവരെ തിരിച്ചു മർദ്ദിച്ചു എന്നുള്ള വീഡിയോസും ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രണ്ടു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ഭാഗങ്ങളിലും കലഹങ്ങളും അതുപോലെ തന്നെ കയ്യാങ്കളിയിലൊക്കെ അവസാനിക്കുകയും പലർക്ക് പരിക്ക് പറ്റുകയും പലരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു ഗതികേടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാൻ മനഃപൂർവ്വം പലരും അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു കാഴ്ച കൂടി കാണാനുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാർ ഈ CJP പ്രൊട്ടസ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് രാജ്യത്തിന് എതിരായി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു.
ഇപ്പോൾ CJPയുടെ പ്രതിഷേധം ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. 37 ദിവസത്തോളമാണ് ഇവരിവിടെ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തിയത്. അതിനിടെ സോനം വാങ്ചുക് അടക്കം നിരാഹാര സമരം അവസാനിപ്പിച്ചിരുന്നു. അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ CJPയുടെ സ്ഥാപകരായിട്ടുള്ള അഭിജിത് ദീപ്കെ പറഞ്ഞിരുന്നു അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് രാജ്യത്ത് പലതരത്തിലുള്ള രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ പല വിമർശനങ്ങളും സമരങ്ങളും നടന്നിട്ടുണ്ട്. കർഷക സമരം, CAAക്ക് എതിരെയുള്ള സമരമൊക്കെ നടന്നപ്പോഴും ഇത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമൊന്നും തന്നെ അന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു യുവജന കൂട്ടം ഇവിടെ തെരുവിലിറങ്ങിയപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല പ്രതികരിക്കാൻ അറിയുന്നത്. അവർ നേരിട്ട് ഇറങ്ങി ഒരു പ്രതിഷേധം നടത്തിയപ്പോഴൊക്കെ തന്നെ മുട്ടുകുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അടി തന്നെയാണ് ഇത് മോദി സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് CJP ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ. പലപ്പോഴും അവിടെ മാത്രമല്ല കേരളത്തിലടക്കം പല മേഖലകളിലും ഈ ഒരു സമരം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പല ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷേധങ്ങളും കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അത് കടുക്കുമെന്നുള്ള ഒരു സൂചന തീർച്ചയായിട്ടും കേന്ദ്രത്തിനുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലൊരു രാജി എന്ന് പറയുന്ന രാജിക്കത്ത് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഇത് CJPയുടെ വിജയം തന്നെയാണ്. അതിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പലതരത്തിലുള്ള കുറിപ്പുകളും വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പല ആളുകളും വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. CJPയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, CJPയെ പിന്തുണയ്ക്കാത്തവരുണ്ട്. ഏതായാലും ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാന ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അവിടെ സംഭവിച്ചിരിക്കുകയാണ്.